നിങ്ങൾക്ക് നിങ്ങളുടെ കാമുവിനെ കൊല്ലണം, നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് കഷായം കൊടുത്ത് കൊല്ലുമോ? 1987 എനിക്കിപ്പോഴാ കേസിൻ്റെ നമ്പർ ഓർമ്മയുണ്ട്. സെഷൻസ് 36/2088. അതാണ് കേസിൻ്റെ നമ്പർ. ഇവർ രണ്ടുപേരും കൂടെ കാറിനകത്ത് ഇവർ രണ്ടുപേരെ ബലമായിട്ട് പിടിച്ച് കയറ്റി ബലാത്സംഗം ചെയ്തു വന്നു. എന്നിട്ട് ഇവരുടെ ബോഡി എടുത്തിട്ട് അപ്പോഴത്തേക്ക് അവർക്ക് കഴുത്തി തിരിച്ച് കൊന്നിട്ട് ബോഡി എടുത്ത് തൊട്ടടുത്ത് പഞ്ചായത്ത് കിണറ്റിനകത്ത് കൊണ്ടിട്ടു എന്നായിരുന്നു കേസ്. അപ്പോൾ ഇത് കണ്ടു നിന്ന മണികണ്ഠൻ എന്നും പറഞ്ഞൊരു 16 വയസ്സുകാരനൊരു സാക്ഷിയെ ഉണ്ടായിരുന്നു. നല്ല രസകരമായൊരു കേസായിരുന്നു. നിങ്ങളൊരാളെ കൊന്നു, കൊന്നു, അതിൻ്റെ പാപം നിങ്ങൾക്കാണ്, എനിക്കല്ല. പക്ഷെ എന്നെ രക്ഷിക്കണം എന്നുണ്ട്, ഞാൻ വക്കീലെടുത്ത് വരാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾ കേസ് തരാമ്പോൾ ഞാൻ നോക്കട്ടെന്നുണ്ട്. ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിങ്ങൾ കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപം ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് തരും. ആറ്റിങ്ങൽ ഇരട്ടക്കൊല കേസ് എന്തായാലും ഡബിൾ മർഡർ. അത് ശരിക്കും ഇറ്റ് ഈസ് എ മർഡർ ബൈ പാഷൻ. പോലീസ് പറഞ്ഞ രീതിയിലുള്ളൊരു കേസല്ല, ട്രൂത്ത് അതല്ല. ഓൾദോ ദ കോർട്ട് ഹാസ് അക്സെപ്റ്റഡ് ഇറ്റ്. അതിനകത്ത് സെക്കൻഡ് അക്യൂസ് ഈസ് ആക്ച്വലി നോട്ട് ഗിൽറ്റി. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഈ പൾസർ സുനിയുടെ കേസൊക്കെ ഡീൽ ചെയ്തപ്പം ആ ഒരു ഞാൻ അതിനകത്തായ ആർഗ്യുടെ സെന്റൻസ് സസ്പെൻഷൻ മാറ്റർ അത് ഞാൻ തോറ്റുപോയി. എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് തോന്നുന്നു. ഐ ഡിഡ് ഇറ്റ്, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല. മീഡിയ മുഴുവൻ എനിക്ക് അഗൻസ്റ്റ് അല്ലേ. പോലീസ് ഈസ് അഗൻസ്റ്റ് മീ, ദ വിറ്റ്നസസ് ആർ അഗൻസ്റ്റ് മീ, ബാർ ഈസ് അഗൻസ്റ്റ് മീ, ഈവൻ മൈ ഫ്രണ്ട്സ് ആർ അഗൻസ്റ്റ് മീ. ലോകത്തിൽ എല്ലാവരും അഗൻസ്റ്റ് മീ. ദ ജഡ്ജ് ഓൾസോ മോറലി മെൻ്റലി അഗൻസ്റ്റ് മീ അല്ലേ. ആ സമയത്ത് എൻ്റെ ദ കോർട്ട് ഒരാളെങ്കിലും ഉണ്ടോ എനിക്ക് എൻ്റെ കേസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? എക്സെപ്റ്റ് ദ അക്യൂസ്ഡ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങളവിടെ ഏകനാണ്. റിലോൺ ദെയർ ആൻഡ് യു ആർ ബാറ്റ്ലിങ് ഇറ്റ് ഔട്ട് അഗെയിൻ. അത് നല്ല സുഖമല്ലേ? അത് സുഖമാണോ? അതാണോ അതിൻ്റെ വിജയത്തിലേക്കുള്ള? അതൊരു ത്രില്ലല്ലേ. ഈ നിങ്ങൾ പറഞ്ഞ ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെണ്ണ് ഈ സംഭവം നടക്കുമ്പോഴത്തേക്ക് വയസ്സ് 22. അവനിവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആയിരുന്നല്ലോ. ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു പുരുഷനാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പെൺകുട്ടി അവനെ കൊല്ലാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അസ്വാഭാവികമായ ഒരു കാര്യമല്ലേ? ആണോ അല്ലേ? എന്തെങ്കിലും കാരണങ്ങളുണ്ടാവില്ലേ? അപ്പോൾ ഈ പറയുന്നതിലല്ലാതെ വേറെ രീതിയിലായിക്കൂടെ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രശസ്തനായ ക്രിമിനൽ ലോയർ ശാസ്തമംഗലം അജിത് കുമാറാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. സർ, വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. താങ്ക് യു. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എപ്പോഴും അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവർ പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടാവുന്നതല്ല, അവർ വലിയൊരു ജേർണി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സാർ ഇപ്പം ഈ ഒരു പോയിന്റിൽ എത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പം ദീസ് തിങ്സ് മെയ്ഡ് മീ ഹൂ ഐ ആം എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും കുറച്ച് മൈൽ സ്റ്റോൺസ് നമ്മൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഈ ലോ എന്ന് പറയുന്നത് നമുക്ക് ചെന്നിട്ടാണ് വാക്ക് ഓവർ വിക്ടറി എന്നുള്ളൊരു സ്ഥലമല്ല. പിന്നെ നമ്മുടെ ഒരു ബ്രില്യൻസ് കൊണ്ട് മാത്രം നല്ലൊരു ലോയർ ആവത്തില്ല. അത് ഒരു ആവറേജ് ഇൻ്റലിജൻസ് ഉള്ള ഒരാൾ മതി ഒരു നല്ല ലോയർ ആവാൻ. പക്ഷേ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ടൈം. വെയിറ്റിംഗ് പീരീഡ് ഒത്തിരി ഉണ്ട്. വെയിറ്റിംഗ് പീരീഡ് നമ്മളെ ആൾക്കാർ അറിഞ്ഞു വരാനും കേസസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കക്ഷികളുടെ ഇടയിൽ ഒരു പേര് വരാനും ജുഡീഷ്യൽ ഓഫീസേഴ്സൊക്കെ ഇയാൾ കേസ് പറയുന്ന ഒരാളാണ്, ഇയാളുടെ കേസ് കേൾക്കാം, എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും എന്നൊക്കെ ഒരു നെയിം വരാനും, പിന്നെ അതുപോലെ മറ്റുള്ള അഡ്വക്കേറ്റ്സിൻ്റെ ഇടയിൽ തന്നെ അവർക്കൊരു നമ്മളെപ്പറ്റി ഒരു ഇംപ്രഷൻ അതൊക്കെ വരാൻ ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ അത് യു കാണ്ട് ഹാവ് എ വാക്ക് ഓവർ വിക്ടറി ആസ് എ ലോയർ. ദർ ഹാവ് ബീൻ പേഴ്സൺസ് ഹു ഹാവ് ഡൺ ദാറ്റ്. ഐ എം നോട്ട് ഇഗ്നോറിംഗ് ദാറ്റ്. C.P. Ramaswamy Iyer, he had a walk over victory. At the age of 32 he became one of the tallest lawyers in India. അങ്ങനെയൊക്കെയുള്ള ഏതാനും ചില മോട്ടിലാൽ നെഹ്റു, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ രാഹുൽ ഗാന്ധി, അങ്ങനെയൊക്കെയുള്ള ചില ഫറൂഖ് ഷാ മേത്ത ബോംബെ ഹൈക്കോർട്ട്, മുഹമ്മദ് അലി ജിന്ന, അങ്ങനെയൊക്കെയുള്ള യു മേ ബി. പക്ഷേ മുഹമ്മദ് അലി ജിന്ന ഹാഡ് എ വെരി ടഫ് ടൈം സ്റ്റാർട്ടിങ്. I don't know about Farooq Shah Mehta, പക്ഷേ C.P. Ramaswamy Iyer, I know he became a success very fast. Madras High Court tappannu he was recognized. At a very young age he became the lawyer for the governor, Madras governor. സാഹിബിൻ്റെ വക്കീലായി. he became the advocate general. ഭയങ്കര പേര് കേട്ട ആളായി. അപ്പോൾ he came to Kerala at a very young age. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സെപ്ഷൻസ് ആർ ദെയർ. ബട്ട് നോർമലി എ പേഴ്സൺ ടു ടേക്ക് ടൈം. യു ആർ നോട്ട് ഗോയിങ് ടു, ഇറ്റ്സ് നോട്ട് എന്താ പറയുക, ഒരു സ്മൂത്ത് സെയിലിംഗ് ആയിരിക്കത്തില്ല. ഒരുപാട് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, എസ്പെഷ്യലി ഫസ്റ്റ് ജനറേഷൻ ലോയർ. ഫസ്റ്റ് ജനറേഷൻ ലോയറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, കക്ഷികളുടെ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ ഇറ്റ്സ് എ റിയൽ സ്ട്രഗിളുണ്ട്. ആ സ്ട്രഗിൾ എടുക്കുന്നവർക്ക് മാത്രമേ അതിനകത്ത്
പൊങ്ങി വരാറുള്ളൂ. സാറിൻ്റെ ഒരു ബിഗിനിങ് ഡേയ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇൻഡേസ് ഞാൻ ഫസ്റ്റ് ജനറേഷൻ ലോയർ. ആ ബിക്കോസ് എൻ്റെ ഫാദറൊന്നും അഡ്വക്കേറ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പം ഐ കെയിം ഇൻ ടു ലീഗൽ പ്രൊഫഷൻ ഈവൻ ബിഫോർ കമ്മിങ് ഇൻ ടു ദി ലീഗൽ പ്രൊഫഷൻ. എനിക്കറിയായിരുന്നു ഈ പ്രൊഫഷൻ അത്ര വാക്ക് ഓവർ അല്ല, ഇത് വളരെ ടഫാണ്, അതിൽ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യമില്ല. അപ്പോൾ ഐ നെവർ വാണ്ടഡ് ടു ഡു ദിസ്. ഓക്കെ. അപ്പം മൈ ആംബിഷൻ വാസ് ടു ഗോ ഇൻ ടു ദി സിവിൽ സർവീസ്. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി സിവിൽ സർവീസുകാരുണ്ട്. അപ്പം വി ആർ ഫ്രം ട്രിവാൻഡ്രം. അപ്പം ഞങ്ങളുടെ അവിടെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഭീകര സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വരിക എന്നുള്ളത് നമ്മുടെ എൻ്റെ അച്ഛനൊക്കെ അതൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഐ ട്രൈഡ്, ഐ ഡി നോട്ട് ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഒരു നിവൃത്തിയില്ലാതായി. അപ്പം ദെൻ ഐ വെൻ ടു ദ ലോ കോളേജ്. ലോ കോളേജിൽ വന്നിട്ട് ഐ സ്റ്റാർട്ടഡ് ആസ് എ ജൂനിയർ. ഇറ്റ്സ് നോ അതർ വേ. നല്ല ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് ശരിക്കും ഞാൻ വക്കീലായതാണ്. സത്യം അതാണ്. ഇപ്പം കഷായം ഗ്രീഷ്മയുടെ കേസ് ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ നമ്മളെല്ലാവരും സാധാരണക്കാരൊക്കെ ഈ പത്രത്തിൽ കാണുന്നതും അല്ലെങ്കിൽ ന്യൂസിൽ കാണുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്രയും നമ്മൾ ആക്റ്റീവായിട്ട് എല്ലാവരും ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് റീൽസ് കാണുകയൊക്കെയാണ്. അതിലൂടെയൊക്കെയാണ് പലതും ഈ പറഞ്ഞ പോലെ നമ്മളും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചില കാര്യങ്ങൾ കാണുന്നു. ചിലപ്പം ഇപ്പുറത്തെ സൈഡ് സത്യം എന്താണെന്നുള്ളത് നമുക്ക് മെജോറിറ്റി ആളുകൾക്കും അറിയില്ല. അപ്പം അത്തരം കേസുകൾ ഇപ്പോൾ ഒരു ഗ്രീഷ്മയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ലോയർക്ക് എത്രമാത്രം അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനത്തെ കേസുകളൊക്കെ ഡീൽ ചെയ്യുമ്പം എത്രമാത്രം ശ്രദ്ധിക്കാറുണ്ട്? ഞാൻ നിങ്ങളോട് ഒരു 5-6 ചോദ്യം ചോദിച്ചോട്ടെ? സത്യസന്ധമായ ഉത്തരം പറയണം. എനിക്ക് അറിയുന്നതാണെങ്കിൽ. അതെ, ഞാൻ പറയുന്ന ഫാക്ട്സ് വെച്ചിട്ട്. ഓക്കെ. ഈ നിങ്ങൾ പറഞ്ഞ ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെണ്ണ് ഈ സംഭവം നടക്കുമ്പോഴത്തേക്ക് വയസ്സ് 22 ഓക്കെ ആണല്ലോ. അവനിവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആയിരുന്നല്ലോ. ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു പുരുഷനാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പെൺകുട്ടി അവനെ കൊല്ലാൻ ശ്രമിക്കുമോ? ഇല്ല. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അസ്വാഭാവികമായ ഒരു കാര്യമല്ലേ? അതെ. ആണോ? അല്ലേ? അതെ. എന്തെങ്കിലും കാരണങ്ങളുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അപ്പോൾ ഈ പറയുന്നതിലല്ലാതെ വേറെ രീതിയിലായിക്കൂടെ? ആയിക്കൂടെ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ അടുത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകനെ കൊല്ലണം, നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് കഷായം കൊടുത്ത് കൊല്ലുമോ? ഇല്ല. നിങ്ങളുടെ കൂടെ എവിടെയും വരാൻ തയ്യാറല്ലേ ഉള്ളു? അല്ലേ? വീട്ടിൽ വിളിച്ചെടുത്ത് കൊല്ലുമോ? നമ്മളങ്ങനെ ചിന്തിക്കണ്ടേ? തെറ്റുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നേ? അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റുണ്ടോ? ചിന്തിക്കുന്നത് തെറ്റില്ല. തെറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു വന്ന് നിങ്ങളത് ചെയ്തു. നമ്മുടെ കാമുകന് നിങ്ങൾ വിഷം കൊടുത്ത് കൊന്നു. കൊന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമോ? അതോ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ? മനുഷ്യനാണെങ്കിൽ. അതെ. നിങ്ങൾ കഷായം കൊടുത്ത് കൊന്നു, കഷായക്കുപ്പി സൂക്ഷിച്ചു വയ്ക്കുമോ? സാധാരണഗതിയിൽ ഇല്ല. ചുമ്മാ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഞാൻ കുറച്ചൊരു ക്രിമിനൽ മൈൻഡുള്ളൊരു ആളാണെന്ന് വിചാരിച്ചോളൂ. അപ്പം ഞാനിപ്പം എൻ്റെ കാമുകനെ ഞാൻ കൊന്നു. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഇപ്പം ഈ ദൃശ്യ സിനിമയിലൊക്കെ ഉള്ള പോലെ ഞാൻ ചിന്തിക്കുകയാണ്, എന്തായാലും ഇപ്പം കേസ് ഇപ്പം എങ്ങനെയൊക്കെ വഴി ചിലപ്പോൾ എൻ്റെയിലേക്ക് വരും. അപ്പോൾ ഈ കഷായം കുപ്പികളൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇപ്പം ഈ പറഞ്ഞതൊക്കെ തിരിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കാം കേസുകൾ വരിക, അല്ലെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വരിക എന്നുള്ളത്, അത് ബ്ലോക്ക് ചെയ്യാനും എനിക്ക് ചെയ്യാൻ പറ്റൂലേ? അല്ലേ? ഈ ലോകം വിറപ്പിച്ച ഹിറ്റ്ലർ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതെ. അയാൾ അവസാനം നിവൃത്തിയില്ലാതെ അയാളെ കാമുകിയും വെടിവെച്ച് വന്ന് അയാളും വെടിവെച്ച് മരിക്കുകയും ചെയ്തത് അല്ലേ? അതെ. അയാൾ അങ്ങനെ അയാളുടെ അത്രയും പ്ലാനിങ് ഉണ്ടോ ഈ ഗ്രീഷ്മയ്ക്ക്? ഇല്ല. അപ്പോൾ എപ്പോഴും ഒരു കേസ് വരുമ്പോഴല്ലോ എന്താ പറയണ്ടേ, എല്ലാവരും കാണാത്ത ആംഗിൾ, അല്ലെങ്കിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യാത്ത ആംഗിൾ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിക്കൂടെ എപ്പോഴും അങ്ങനെയാണോ എപ്പോഴും പ്ലാൻ? 99% ഓഫ് ദ കേസസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷേപ്പിംഗ് ഉണ്ട്. ഓക്കെ. ഒരുപാട് ഷേപ്പിംഗ് ഉണ്ട്. ആ ഷേപ്പിംഗ് ഉള്ളതുകൊണ്ടാണ് നമുക്കതിനകത്തൊരു വഴി കിട്ടുന്നത്. 99% അതിനകത്ത് ആ ഒക്കറൻസിനകത്ത് കുറേ ഭാഗങ്ങൾ ശരിയായിരിക്കും, പക്ഷെ അതിനകത്ത് ഒരുപാട് ഷേപ്പിംഗ് ഉണ്ടാവും. മനസ്സിലായി. വളരെ വൈറ്റലായിട്ടുള്ള ഷേപ്പിംഗ് ഉണ്ടാവും.
അതേപോലെ ഈ നെയ്യാറ്റിൻകര മണി കൊലക്കേസ്, രമണി കൊലക്കേസ്, രമണി കൊലക്കേസ്, അതിനെ പറ്റിയിട്ട് അതെ ശരിക്കും അതെന്താണ് സാർ? ഞാൻ ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം 1987, എനിക്കിപ്പോഴും ആ കേസിൻ്റെ നമ്പർ ഓർമ്മയുണ്ട്. സെഷൻസ് 36/2088, അതാണ് ആ കേസിൻ്റെ നമ്പർ. ആ കേസിനകത്ത് 2 പ്രതികളുണ്ടായിരുന്നു. മധു എന്ന് പറഞ്ഞ ഒരുത്തനും ഒരു ടാക്സി ഡ്രൈവറും പിന്നെ ആശാരി എന്ന് പറഞ്ഞ ഒരുത്തനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പ്രതികളായിരുന്നു. 2-ാം പ്രതിയുടെ വക്കാലത്ത് എനിക്കും 1-ാം പ്രതിയുടെ വക്കാലത്ത് മരിച്ചുപോയ ശാസ്ത്രമംഗലം ഗോപാലകൃഷ്ണൻ സാറാണ്. ഇത് വെരി ടോൾ ക്രിമിനൽ ലോയർ. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ക്രൈംസ് ക്രിമിനൽ കോടതികളിൽ വക്കാലത്തുള്ള ഒരാളായിരുന്നു. അതിനകത്ത് ഫാക്സ് എന്ന് പറയുന്നത് രമണി എന്ന് പറഞ്ഞ് അവിടുത്തെ ഓലത്താന്നി സ്കൂളിലൊരു സംഗീത ടീച്ചറായിരുന്നു. പക്ഷേ ഷി വാസ് ഹാവിങ് സം മെൻ്റൽ ട്രാൻസ്. അപ്പോൾ അവരുടെ മെൻസസ് റെഗുലേഷൻ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഷി വാസ് അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പോൾ അത് കേസ് ഈസ് ദാറ്റ് രാത്രി ഏതോ ഒരു സമയത്ത് മേ ബി അറൗണ്ട് 12:30, 1 o'clock അവരുടെ റിലേറ്റീവ്സൊക്കെ ആ മുറിക്കകത്ത് കിടപ്പുണ്ട്. അപ്പം അവർ ഡോറ് തുറന്നിട്ട് ഡോറ് അകത്തുനിന്ന് ലാച്ച് ചെയ്തു. ഡോറ് തുറന്നിട്ട് ഷീ വെൻറ്റ് ഹോം രാത്രി. എന്നിട്ട് പോലീസിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന വഴിക്ക്, രാത്രി വിജനമായ വഴിയല്ലേ, പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഈ എൻ്റെ പ്രതി ഈ ആശാരി അവനിങ്ങനെ റോഡിൻ്റെ കടത്തിൻ്റെ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ അവനിത് കണ്ടുവെച്ചാൽ അവരുടെ പുറകെ കൂടിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഞാൻ സ്കൂളിലെ ടീച്ചറാണ്, നിനക്ക് എന്നെ അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ ശരീരത്തിലൊക്കെ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, നീ എന്നെ ഉപദ്രവിക്കരുത്, നിനക്ക് എന്നെ അറിഞ്ഞുകൂടെ, ഞാൻ ഈ സ്കൂളിലെ സംഗീത ടീച്ചറാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാറ് വന്നു. അത് ഫസ്റ്റ് അക്യൂസ്ഡിൻ്റെ കാറാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടെ ആ കാറിനകത്ത് ഇവർ 2 പേരെ ബലമായിട്ട് പിടിച്ച് കയറ്റി ബലാത്സംഗം ചെയ്തു വന്നു. എന്നിട്ട് ഇവരുടെ ബോഡി എടുത്തിട്ട് അപ്പോഴത്തേക്ക് അവർക്ക് കഴുത്തി തിരിച്ച് കൊന്നിട്ട് ബോഡി എടുത്ത് തൊട്ടടുത്ത് പഞ്ചായത്ത് കിണറ്റിനകത്ത് കൊണ്ടിട്ടു എന്നായിരുന്നു കേസ്. അപ്പോൾ ഇത് കണ്ടു നിന്ന മണികണ്ഠൻ എന്നും പറഞ്ഞൊരു 16 വയസ്സുകാരനൊരു സാക്ഷി ഉണ്ടായിരുന്നു. ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു ക്രൈംബ്രാഞ്ചിലെ പഞ്ചാര രവീന്ദ്രൻ നായർ എന്ന് പറഞ്ഞൊരു DYSP ഉണ്ടായിരുന്നു. പുള്ളിയുടെ അച്ഛന് പഞ്ചാരയുടെ ഹോൾസെയിൽ ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. പക്ഷെ നല്ല ഓഫീസറാണ്, ഭയങ്കര മിടുക്കൻ ഓഫീസറാണ്. അപ്പോൾ ഹീ ടുക്ക് അപ്പ് ദ ഇൻവെസ്റ്റിഗേഷൻ, അദ്ദേഹത്തിൻ്റെ ടീം. എന്നിട്ടൊരു 6 മാസം കൊണ്ട് ലോക്കൽ പോലീസ് അന്വേഷിച്ചത് ക്രാക്കായില്ല. അവസാനം ക്രൈംബ്രാഞ്ച് ആ കേസ് ടേക്ക് ഓവർ ചെയ്തിട്ട് അവരത് കേസ് ക്രാക്ക് ചെയ്തു. ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞൊരുത്തനെ ഒരു സാക്ഷി വന്നു. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൂരെ നിന്ന് ടീച്ചറിനെ കണ്ടു, ടീച്ചറിൻ്റെ പിറകെ അവൻ പോകുന്നത് കണ്ടായിരുന്നു. എന്നിട്ട് വഴിയിൽ വെച്ചിട്ട് ടീച്ചർ എങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കാറ് വന്നു. കാറിലിട്ട് അവർ 2 പേരും കൂടെ പിടിച്ച് കയറ്റി. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കാറ് പിടിച്ച് കയറ്റിയപ്പോൾ അവർക്ക് കൈയും കാലോട്ട് അടിക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇങ്ങനെ ബോഡി ഇറക്കിക്കൊണ്ട് വന്നപ്പം അനക്കമില്ലായിരുന്നു. അപ്പോൾ ഇവർ ഈ പഞ്ചായത്ത് കിണറ്റിൻ്റെ ആ സൈഡിലോട്ട് ബോഡിയും കൊണ്ടുപോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വെള്ളത്തിൽ എന്തോ ഭാരമുള്ള സാധനം വീഴുന്നൊരു ശബ്ദം കേട്ടു. ഞാൻ പേടിച്ച് അവിടെ നിന്ന് വീട്ടിൽ പോയി. ഞാൻ പിന്നെ ആരോടും ഇത് വെളി പറഞ്ഞില്ല, പേടി കാരണം ഞാൻ വെളി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ആ കേസിനകത്ത് ആ കേസ് പ്രോസിക്യൂട്ട് ചെയ്ത് കുഞ്ഞിഷ്ടം പോറ്റി എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തൊരു ലോയറാണ്. അദ്ദേഹം അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു. ഇറ്റ്സ് എ ബേസിക്കലി സിവിൽ ലോയർ. ആ കേസിനകത്ത് പ്രോസിക്യൂഷൻ അസിസ്റ്റ് ചെയ്തത് സെലിം വിൽഫ്രഡ് ആയിരുന്നു. ട്രിവാൻഡ്രത്ത് 12 വർഷം പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ഒരു ലേഡി പ്രോസിക്യൂട്ടറായിരുന്നു. വൺ ഓഫ് ദി വെരി സെലിബ്രേറ്റഡ് ലോയർ, ലേഡി ലോയറാണ്. മാഡം ഒന്ന് ആ പോസ്റ്റ് കഴിഞ്ഞിട്ട് അവർ പ്രൈവറ്റ് പ്രാക്ടീസിലോട്ട് വന്നു. അപ്പോൾ ഷീ വാസ് ഹൈഡിങ് ദ പ്രോസിക്യൂഷൻ. അപ്പോൾ എന്നിട്ട് ആ ട്രയൽ ഇപ്പോഴും സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ബസന്ത് ഉണ്ടല്ലോ, R. ബസന്ത്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ്, അദ്ദേഹം വന്ന് കാലിക്കറ്റ് പ്രാക്ടീസ് ചെയ്ത് കാലിക്കറ്റ് നിന്ന് അദ്ദേഹം സെലക്ഷൻ കിട്ടി. ഈ വാസ് അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്താണ് പോസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലായിരുന്നു ഈ കേസ്. നല്ല രസകരമായൊരു കേസായിരുന്നു അത്. അതിനകത്ത് ഒരു ഫോറൻസിക് ഡോക്ടറെ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബോഡി പിറ്റേ ദിവസം അവർ എടുത്തിട്ട് ഇൻക്വസ്റ്റൊക്കെ നടത്തിയെങ്കിലും ഇതുപോലെ മരണകാരണം ഡോക്ടർ പരിശോധിച്ചപ്പോഴത്തെ മരണകാരണം കഴുത്തി തിരിച്ചതാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അയാൾ അതിനകത്ത് എഴുതിയിരുന്നു, ഇതുപോലെ കഴുത്തിൻ്റെ ഈ ഇവിടെ ഇങ്ങനെ ഫ്ലാപ്പ് ഡിസെക്ഷൻ എന്ന് പറയും. ഇങ്ങനെ തുറന്നേച്ച് ഡിസെക്ട് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് അറിയാം. നോക്കുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ പിൻ പോയിൻറ്റ് ബ്ലീഡിങ്സ് ഉണ്ടായിരുന്നു. അയോഡ് ബോണിൻ്റെ ഫ്രാക്ചറും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പുള്ളി പറഞ്ഞു അത് റേപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഈ പെരീനിയം എന്ന് പറഞ്ഞൊരു ഓർഗനുണ്ട്, അതൊരു പ്ലീസ് ഉണ്ട്. ഇത് നമ്മുടെ വെജൈനയും ഇതും തമ്മിലുള്ള ആ ഒരു പോയിന്റിലാണ് അത് പറയുന്നത്. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ടയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞത് ദാറ്റ് ക്യാൻ ഹാപ്പൻ ഓൺലി വെൻ യു ട്രൈ ടു ഫോഴ്സിബിളായിട്ട് നമ്മൾ കാല് പിടിച്ചിങ്ങനെ ശരിയേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഷി വാസ് സബ്ജക്റ്റഡ് ടു ഫോഴ്സിബിൾ റേപ്പ് ആൻഡ് ഇൻ ദ ട്രാൻസാക്ഷൻ കഴുത്തേ കയറി പിടിച്ചപ്പോഴത്തേക്ക് മരിച്ചതാണ്, മർഡറാണെന്ന്. ഗോപാലകൃഷ്ണൻ ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക്കിൻ്റെ ഹെഡാണ്. അപ്പോൾ അന്ന് കൊച്ചു പയ്യനാണ്, മീശ ഒന്നും ശരിക്കും കുരുത്തിട്ടില്ല. അന്ന് ഈ വാസ് ഇൻ ദി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്.
അപ്പം അങ്ങേരെ എവിഡൻസ് ആയിരുന്നു അത്. അന്ന് ജസ്റ്റിസ് ബസന്തായിരുന്നു ആ കേസ് ട്രയൽ നടത്തിയത്. ആ കേസ് പക്ഷേ പൊളിച്ചു. ആ കേസ് പൊളിഞ്ഞു പോയി. ആ കേസിനകത്ത് അക്വിറ്റൽ കിട്ടി. രണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ പറ്റി. കോർഷൻ സാറ് ഞാനും കൂടെ ചെയ്തത്. അത് മെമ്മറബിൾ കേസസ് ആയിരുന്നു അത്. എനിക്ക് സാറിൻ്റെ അതിന്മേലൊരു അപ്പീൽ വന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ വന്നെങ്കിലും അപ്പീൽ തള്ളിപ്പോയി. പക്ഷേ അതിനകത്ത് ബെയിൽ ഭയങ്കര ടൈറ്റായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ബെയിൽ 2-3 ആപ്ലിക്കേഷൻ ട്രിവാൻഡ്രം സെഷൻസ് തള്ളി. അന്ന് എൻ്റെ പ്രതിക്ക് വലിയ പൈസയൊന്നുമില്ല. കോർഷൻ സാറിൻ്റെ പ്രതിക്ക് പൈസ ഉണ്ട്. അതുകൊണ്ടല്ല കോർഷൻ സാറിൻ്റെ അടുത്ത് പോയേ. അതെ. അപ്പം ദാറ്റ് വാസ് എ മെമ്മറബിൾ ഇവൻറ്റ് കേട്ടോ. അപ്പം സാറിൻ്റെ ക്ലാർക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറിന് കാണണമെന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചത് എന്ത് കാര്യം സാർ അങ്ങനെ പറഞ്ഞു. ഞാൻ നേരെ ഓഫ് ചേമ്പറിൽ പോയി. ചേമ്പറിൽ പോയിട്ട് സാറ് ചോദിച്ചോടോ താൻ ഇതുപോലെ ജാമ്യം തള്ളി നിൽക്കുകയില്ലേ? ഞാൻ പറഞ്ഞത് സാർ. അപ്പം ഇനിയിപ്പോൾ ഇവിടെ കിട്ടുമോ? ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല സാർ, ഇവിടെ കിട്ടില്ല. പിന്നെ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹൈക്കോർട്ടിൽ പോവാം. താൻ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്നുണ്ട് സാർ, പക്ഷേ എൻ്റെ പൈസയൊന്നുമില്ല. അതൊരു കാര്യം ചെയ്യും, എൻ്റെ കക്ഷിക്ക് പൈസ അവൻ പോകുന്നുണ്ട്, അപ്പം ഞാനത് ഫയൽ ചെയ്യാം. സാറന്ന് ഹൈക്കോർട്ടിൽ വരുന്നുണ്ട്. പറഞ്ഞു താനൊരു കാര്യം ചെയ്യും, താനത് ഞാൻ കടലാസൊക്കെ തരാം, അപ്പോൾ താൻ കൊണ്ടുവന്ന് അത് ഫയൽ ചെയ്തിട്ട് ആർഗ്യുമെൻറ്റ്സിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ വന്ന് ആർഗ്യ ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ സാറന്ന് എൻ്റെ കയ്യിൽ റിമെമ്പർ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ സാറിൻ്റെ ഈ ടേബിൾ തുറന്ന് വെച്ച് ഒരു പൊടി നോട്ട് എടുത്ത് എൻ്റെ തന്നു. 5000 രൂപ ഉണ്ടെന്ന്. ഇറ്റ്സ് ഹാപ്പൻ ഇൻ 1988 മൈൻഡ് യു. ഓക്കെ, 5000 രൂപ എടുത്ത് തന്നിട്ട് ഞാനൊക്കെ കൃത്യമായിട്ട് ആ പൈസ എല്ലാം കൂടെ കൗണ്ട് ചെയ്ത് കറക്റ്റായിട്ടൊക്കെ വെച്ച് ഞാൻ ഇവിടെ വന്നു ടൈപ്പിസ്റ്റിനൊക്കെ കൊടുത്തെല്ലാം ടൈപ്പ് ചെയ്തെല്ലാം കൊടുത്തിട്ട് ആർഗ്യുമെൻറ്റ്സിന് വന്നു. അന്ന് KT തോമസ് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജല്ലേ, അദ്ദേഹം ഞാൻ എൻറോൾ ചെയ്യുമ്പോൾ അദ്ദേഹമായിരുന്നു എൻ്റെ അവിടുത്തെ സെഷൻസ് ജഡ്ജ്. ട്രിവാൻഡ്രത്ത് നിന്നാണ് അദ്ദേഹത്തിന് എലിവേഷൻ കിട്ടുന്നത് ഹൈക്കോർട്ടിലേക്ക്. ട്രിവാൻഡ്രത്ത് നിന്ന് എലിവേറ്റ് ചെയ്ത് ഹൈക്കോർട്ട് വന്നിട്ട് ഹൈക്കോർട്ടിൽ നിന്നാണ് അദ്ദേഹം, ഐ തിങ്ക് ഹി വാസ് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ഹിയർ. അത് കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതി പോകുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് ബെയിൽ ജൂറിസ്ഡിക്ഷൻ ഇദ്ദേഹത്തിന് ആർക്ക് KT തോമസ് സാറിന് പഴയ ഹൈക്കോർട്ടിൽ. അപ്പോൾ അന്ന് കേൾക്കാനായിട്ട് വന്നു. അന്ന് രാജമോഹൻ സാറും ശാസ്ത്രമൻ ഗോഡ്സെ സാറും ഞാനുമാണ്, ഞങ്ങൾ രണ്ടുപേരുമുണ്ട്. അപ്പോൾ ഗോഡ്സെ സാറാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ KT തോമസ് സാറിന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ പറഞ്ഞു നോ ദിസ് ഈസ് എ ബ്രൂട്ടൽ മർഡർ, ഐ ഡോണ്ട് തിങ്ക് ദറ്റ് യു ആർ എൻറ്റൈറ്റിൽഡ് ഫോർ ബെയിൽ, ഐ ഡിസ്മിസ് ഇറ്റ് സ്ട്രൈറ്റ് അവേ എന്ന് പറഞ്ഞ് കസ്റ്റഡി ട്രയലായിരുന്നു അത്. ഡിസ്മിസ് ചെയ്തു അദ്ദേഹം, ബെയിലൊക്കെ ഡിസ്മിസ് ചെയ്തു. അങ്ങനെ ഗോഡ്സെ സാറും ഞാനും കൂടെ നടത്തിയ ട്രയലാണ്. ഇറ്റ്സ് എ മെമ്മറബിൾ ട്രയൽ. അവർ ആ കേസിൽ നിന്ന് വെറുതെ വിടാൻ എന്തായിരുന്നു ഇപ്പൊ കാരണം? അതേ, ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞ വിറ്റ്നസ് ഒന്നും ആദ്യമേ ഒന്നും ഇല്ല. അത് ലോക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്തൊന്നും ഇവനെ കണ്ടിട്ടില്ല. പിന്നെ രണ്ടാമത് ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷനിൽ കൊണ്ടുവന്നൊരു സാക്ഷി. അപ്പോൾ ആ വിറ്റ്നസ് ആ ഒരൊറ്റ സാക്ഷിയേ ഉള്ളൂ. 16 വയസ്സാവന് ഇറ്റ് വെരി ഡൗട്ട്ഫുൾ, എവിഡൻസ് വാസ് വെരി വെരി ഡൗട്ട്ഫുൾ. ഓക്കെ, സോ ഹി വാസ് ഡിസ്ബിലീവ്ഡ്. ഇപ്പോൾ സഡൻലി ഒരു വിറ്റ്നസ് വരിക എന്ന് പറഞ്ഞാൽ രാത്രി സഡൻലി ഓൾ ഓഫ് എ സഡൻ, അതുവരെ ഒന്നും ഇല്ലാത്തൊരു സാക്ഷി പ്ലാന്റഡ് ഫ്രം നോവെയർ, ആകാശത്തുനിന്നൊരു നൂല് വഴി വന്നതുപോലെ. അങ്ങനെയൊക്കെ ബസന്ത് എഴുതിയ കേസിൽ. പക്ഷേ ദാറ്റ് ജഡ്ജ്മെന്റ് വാസ് ചാലഞ്ച്. ഹൈക്കോടതി ഒന്ന് ചാലഞ്ച് ചെയ്തു അവർ, ആര്, കേരള പോലീസ്. പക്ഷെ തള്ളിപ്പോയി. ഇപ്പൊ ഞാൻ ഒരാളെ കൊന്നു എന്ന് വിചാരിക്കുക, ഞാനിപ്പം വക്കീലിൻ്റെ അടുത്ത് വന്ന് പറയാണ് ഞാൻ ഇങ്ങനെ കൊന്നു പക്ഷെ എന്നെ രക്ഷിക്കണം എന്നാണോ ശരിക്കും ഒരാൾ പറയേണ്ടത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറേ കള്ളത്, ഇപ്പം നമ്മൾ എവിടെ നിന്നാണ് ഈ ചൊല്ല് വന്നതെന്ന്, നിങ്ങളൊരാളെ കൊന്നു, അതിന്റെ പാപം നിങ്ങൾക്കാ, എനിക്കല്ല. പക്ഷെ എന്നെ രക്ഷിക്കണം എന്നുണ്ട്, ഞാൻ വക്കീലിൻ്റെ അടുത്ത് വരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കേസ് തരാമ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറയും. ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിങ്ങൾ കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപം ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് തരും. അതെ, ഇപ്പം നമ്മൾ പറയില്ലേ ഡോക്ടറുടെ അടുത്തും വക്കീലിൻ്റെ അടുത്തും എന്താ പറയുക, കള്ളത്തരം പറയരുതെന്ന് പറയും. ചില കാര്യങ്ങളെ പറ്റി നമ്മൾ അതിനകത്തുള്ള ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയണം. അതെ, അവ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫുള്ള് സത്യങ്ങൾ നമുക്ക് അറിയാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഇപ്പം അറിയാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഭാര്യ, വി ബിലീവ് ദാറ്റ് അവർ വൈഫ് ഈസ് ചേസ്റ്റ് അല്ലേ, ഒന്ന് വരും എല്ലാതൊരു ഒരു കാര്യം നമ്മൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടൂ ഇല്ല. സോ ലെറ്റ് us നോട്ട്, എന്താ വേണ്ടേ, ലെറ്റ് us നോട്ട് പ്രോബ് ഇൻ ടു ദാറ്റ്. കറക്റ്റ്? യെസ്. അപ്പോൾ ഓരോ കേസുകൾ, ഓക്കെ, ഇത് ഞാൻ വാദിക്കാം, അല്ലെങ്കിൽ ഓരോ കേസ് എടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങളുണ്ടോ? എന്താ, ഒരു മാനദണ്ഡവും പാലിക്കാനായിട്ട് നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. ഇറ്റ് ഈസ് യുവർ റൈറ്റ് ടു ഡിഫെൻഡ് എ പേഴ്സൺ. അല്ലേ പണിക്ക് പോകരുത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാഷ്വാലിറ്റിയുള്ള ഡോക്ടറാണ്, ഞാനൊരു കുഷ്ഠരോഗിയാണ്, ദേഹം മുഴുക്ക പുഴുത്തലിഞ്ഞ് ഞാൻ വരുന്നു, ഞാൻ കാഷ്വാലിറ്റി വന്നു, നിങ്ങൾ കുഷ്ഠരോഗി ചികിത്സിക്കത്തില്ലേ? ക്യാൻ യു സേ ദാറ്റ് ഞാൻ ചികിത്സിക്കത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ദേഹത്തിന് ശരീരത്തിന് നാറ്റമുള്ളതുകൊണ്ട് നിങ്ങൾ എന്നെ നോക്കത്തില്ലേ?
നോക്കത്തില്ലേ? എൻ്റെ ശരീരത്തുള്ള പഴുപ്പ് മാറ്റാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ഉണ്ട്. ഇല്ലേ? ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പണിക്ക് പോകുന്നത്? അതെ. യു ഹാവ് നോ റൈറ്റ്. യെസ്. നിങ്ങൾക്കൊരു മോറൽ ജഡ്ജ്മെൻറ്റ് നടത്താനായിട്ട് നിങ്ങൾ ആരുമല്ല. നിങ്ങൾ ദൈവമൊന്നുമല്ല. യു ആർ എ ഹ്യൂമൻ ബീയിങ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരം ഇപ്പം സാധാരണക്കാരെന്നുള്ള നിലയിലാട്ടോ നമ്മൾക്ക് അത്ര തന്നെ അറിയുള്ളൂ. അതായത് ഇപ്പം എപ്പോഴും നമ്മളിപ്പോൾ റീൽസ് കാണുമ്പോഴും എല്ലാത്തിനും ഒരു തെളിവ് വീഡിയോ എടുത്ത് വെക്കുക എന്ന് പറയുന്നൊരു രീതി ഇപ്പോൾ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം AI ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് ബൂമിങ് ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഡിജിറ്റലായിട്ട് കൊടുക്കുന്ന തെളിവുകളുണ്ടല്ലോ, ആ തെളിവുകളിന് ഒരു എന്താ പറയണ്ടേ, സത്യസന്ധതയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു മീറ്റർ എങ്ങനെയാണ് കോടതിയിൽ? ഇതൊരു വലിയ പോയിന്റാണ് നിങ്ങൾ പറഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കോടതിയുടെ നടപടികളല്ല ഇപ്പോഴുള്ള കേസുകളിലൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു 60% ഡിജിറ്റൽ എവിഡൻസാണ്. അപ്പോൾ ഡിജിറ്റൽ എവിഡൻസ് വന്നു കഴിഞ്ഞാൽ ഈ സാധാരണയുള്ള ക്ലാസിക്കലായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റും നിൽക്കത്തില്ല. ഇപ്പം നിങ്ങളെ ഞാൻ അടിച്ചു, ഉപദ്രവിച്ചു, നിങ്ങളൊരു 6 മാസം കഴിഞ്ഞിട്ടാണ് പരാതിപ്പെട്ടത്. എനിക്ക് പറയാം, ഞാനവരെ അടിച്ചെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടാണ് അവർ പരാതി പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത്? കള്ളത്തരം. അത് വേറെ എന്തോ കാര്യമുണ്ട് അവരങ്ങനെ കള്ളപ്പറയാൻ. അല്ലെങ്കിൽ ഞാൻ അവരെ സ്റ്റുഡിയോയിൽ വെച്ചല്ലേ അടിച്ച്. അപ്പോൾ അവർ ഉടനെ തന്നെ അവിടുത്തെ സ്റ്റുഡിയോ മാനേജറുടെ അടുത്ത് പറയണമായിരുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി. അങ്ങനെയൊന്നും കൊടുത്തില്ലല്ലോ. 6 മാസം കഴിഞ്ഞിട്ടാണോ പരാതി പറഞ്ഞത്? വിശ്വസനീയമല്ല. ഡസ് ദിസ് അപ്ലൈ ടു ഡിജിറ്റൽ എവിഡൻസ്? നോ. സോ ഞാൻ നിങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടു. എൻ്റെ ടൈമിങ്, എൻ്റെ ലൊക്കേഷൻ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇത് റിട്രീവ് ചെയ്യുന്നത്. ക്യാൻ ഐ ആർഗ്യൂ ദാറ്റ് ദിസ് ഡിലേ ഈസ് വെരി ഫേറ്റൽ? പറ്റൂല. ബിക്കോസ് ആ ഡിലേ എങ്ങനെ ഫേറ്റലാവുക? ബിക്കോസ് ആ വാട്സപ്പ് മെസ്സേജ് എന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്, ഏത് മൊബൈലിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്, അതിൻ്റെ ടൈം സ്റ്റാമ്പ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകത്തില്ലേ? അപ്പോൾ ഈ ക്ലാസിക്കലായിട്ടുള്ള ഈ ആർഗ്യുമെൻറ്റ് ഒരിക്കലും നിൽക്കത്തില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതേപോലെയാണ് ഡിജിറ്റൽ എവിഡൻസ്. വെൻ ദ ഡിജിറ്റൽ എവിഡൻസ് കംസ് ബിഫോർ ദ കോർട്ട് ആൻഡ് ഇഫ് ദ ഡിജിറ്റൽ എവിഡൻസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ കോർട്ട് ഇൻ ദ റൈറ്റ് വേ, ആ പ്രോപ്പർ വേയിൽ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്തോ നമ്മളൊരു റാറ്റ് ട്രാപ്പിലോട്ട് പോകുന്നുള്ളേ. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തങ്ങ് ലോക്കാവും. അതുകൊണ്ടാണ് ഒരുപാട് കൺവിക്ഷൻസ് വരുന്നത്. ഇപ്പോൾ ഒരുപാട് മേജർ കേസസ് ഒക്കെ പടപടാ കൺവിക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, പക്ഷെ ആ സമയത്ത് ഇപ്പം നമ്മൾ എപ്പോഴും ഫോൺ എടുത്തിട്ടല്ലല്ലോ. ഇപ്പം എന്താ പറയണ്ടേ, പെട്ടെന്ന് ഒരാൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറി വരിക, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ഫോൺ എടുത്തില്ല, നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ ഒരു വീഡിയോ ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് ഒരു കേസ് ഫയൽ ചെയ്യുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ? അല്ല, എന്നാലും വേറെ ഒരുപാട് എവിഡൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളും അയാളും കൂടെ അടുത്തടുത്ത് നിൽക്കുന്നു. നിങ്ങളുടെ മൊബൈലിൻ്റെ ടവറും അയാളുടെ മൊബൈലിൻ്റെ ടവറും ലൊക്കേഷൻ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ട് കൃത്യമായിട്ട് ഇവിടെ ടവർ കാണിക്കില്ലേ? അപ്പം പിന്നെ നിങ്ങൾ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്നുള്ള അറിയാൻ പറ്റുമല്ലോ. അതെ, ഒരുപാട് മാറിപ്പോയി, പഴയതുപോലെ അല്ല. ഇനിയിപ്പോൾ സംഭവിക്കാൻ വെച്ചാൽ ഡിജിറ്റൽ എവിഡൻസ് ഈസ് ഗോയിങ് ടു ടേക്ക് us a lot ahead. അതേപോലെ ആറ്റിങ്ങൽ ഇരട്ടക്കൊല കേസ് എന്തായാലും മാത്യുവിൻ്റെ ഡബിൾ മർഡർ, അതിനെ പറ്റി പറയാമോ? അത് ശരിക്കും ഇറ്റ് ഈസ് എ മർഡർ ബൈ പാഷൻ. പോലീസ് പറഞ്ഞ രീതിയിലുള്ളൊരു കേസല്ല അത്. ട്രൂത്ത് അതല്ല. ഓൾദോ ദ കോർട്ട് ഹാസ് അക്സെപ്റ്റഡ് ഇറ്റ്, അതിനകത്ത് സെക്കൻഡ് അക്യൂസ് ഈസ് ആക്ച്വലി നോട്ട് ഗിൽറ്റി. എനിക്കങ്ങനെ തോന്നുന്നത്. എന്ന് വെച്ചാൽ അത് ഫസ്റ്റ് അക്യൂസ്ഡ് ഹാഡ് എ അഫെയർ വിത്ത് ഹർ. അത് കഴിഞ്ഞിട്ട് ദി ഇൻസിഡൻറ്റ് ഹാപ്പൻ ഇൻ ദ ഹൗസ് ഓഫ് ദി ഡിസീസ്ഡ്. ഇയാൾക്ക് അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ വെൻ ദെയർ ഇറ്റ് ഹാപ്പൻ ഓൾ ഓഫ് എ സഡൻ. അല്ലാതെ ഈ പറയുന്ന ഒരു പ്ലാനിങ് ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ മർഡർ, ദാറ്റ് ഐ അഗ്രി. പക്ഷേ ഈ പറഞ്ഞ രീതിയിലൊരു മർഡറൊന്നുമല്ല. ഹൈക്കോടതി അതിനകത്ത് ഡെസനൻസ് സാറ്റിസ്ഫൈഡ് ചെയ്തു. അത് ട്രയൽ സൈഡ് ഞാനാണ് ചെയ്തത്. അതിൻ്റെ അപ്പീൽ ചെയ്ത് വിജയഭാനുവാണ് ചെയ്തത്. വിജയഭാനു വാസ് എ ഡിഫൻസ് ലോയർ ഇൻ ദാറ്റ്. അത് ജസ്റ്റിസ് PB സുരേഷ് കുമാറാണ് അത് കേട്ടത്. PB സുരേഷ് കുമാർ ഡിവിഷൻ വിചാരിക്കുമ്പോഴാണ് അത് കേട്ടത്. കേട്ടിട്ട് അതിനകത്ത് ഡെസനൻസ് സാറ്റിസ്ഫൈഡ് ചെയ്തു. എന്നിട്ടിപ്പം പക്ഷേ കൺവിക്ഷൻ രണ്ടുപേരുടെയും കൺഫേം ചെയ്തു. മാറ്റർ ഹാസ് ഗോൺ ടു ദ സുപ്രീം കോർട്ട്. ഇപ്പോൾ സുപ്രീം കോർട്ടിൽ പെൻഡിങ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു റീഡിങ്, അല്ലെങ്കിൽ സാറിന് അത് തോന്നുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം അല്ല, ഇറ്റ് ഇസ് നോട്ട് ദ വേ. ആ കേസ് എന്ന് പറയുന്നത് പോലീസ് പറയുന്നതുപോലെ സംഭവിച്ചാണെന്ന് എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഹാസ് ഹാപ്പൻ ദ സെയിം വേ ആസ് ഇറ്റ് ഈസ് പോർട്രേഡ് ബൈ ദി പോലീസ്. ഇപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കേസ് ഇതുവരെ ഡീൽ ചെയ്തതിൽ ഏതായിരിക്കും? ദാറ്റ് ആറ്റിങ്ങൽ ഡബിൾ മർഡർ. പിന്നെ കേസ് ബിക്കംസ് നല്ല രസമാണ്. എന്നാന്നറിയോ, ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് യു സെഡ് അബൌട്ട് ദാറ്റ് ആറ്റിങ്ങൽ ഡബിൾ മർഡർ. ഓക്കെ, അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ദ ഫസ്റ്റ് ഡേ ഐ സ്റ്റാർട്ടഡ് ദി
I started the trial work of that case. The entire media is against me. Okay. മീഡിയ മുഴുവൻ എനിക്ക് അഗൻസ്റ്റ് അല്ലേ. പോലീസ് ഈസ് അഗൻസ്റ്റ് മീ. ഓക്കെ. ദ വിറ്റ്നസ്സസ് ആർ അഗൻസ്റ്റ് മീ. ഒരു സാക്ഷി എനിക്ക് അനുകൂലം, എല്ലാവരും അഗൻസ്റ്റ് ആണ്. ബാർ ഈസ് അഗൻസ്റ്റ് മീ. അയാളെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്നപ്പോൾ ആറ്റിങ്ങിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടെ ലേഡി ലോയർ ദേഷ്യം വന്നിട്ട് മൊബൈൽ എടുത്ത് അവനെ എറിഞ്ഞു. ഓർക്കുന്നില്ലേ? അപ്പോൾ ദ ബാർ ഈസ് ഓൾസോ അഗൻസ്റ്റ് മീ. ഈവൻ മൈ ഫ്രണ്ട്സ് ആർ അഗൻസ്റ്റ് മീ. ലോകത്തിൽ എല്ലാവരും അഗൻസ്റ്റ് മീ. ദ ജഡ്ജ് ഓൾസോ മോറലി മെൻ്റലി അഗൻസ്റ്റ് മീ. അല്ലേ? ശരിയല്ലേ? ലോകത്തിൽ എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട് ലോകത്ത്? ആ സമയത്ത് എൻ്റെ ദ കോർട്ട് ഒരാളെങ്കിലും ഉണ്ടോ എനിക്ക് എൻ്റെ കേസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? എക്സെപ്റ്റ് ദ അക്യൂസ്ഡ്. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങളവിടെ ഏകനാണ്. റിലോൺ ദെയർ ആൻഡ് യു ആർ ബാറ്റ്ലിങ് ഇറ്റ് ഔട്ട് അഗെയിൻ. അത് നല്ല സുഖമല്ലേ? അത് സുഖമാണോ? അതാണോ അതിൻ്റെ വിജയത്തിലേക്കുള്ള? അതൊരു ത്രില്ലല്ലേ? ദാറ്റ്സ് എ ത്രിൽ. എവ്രിബഡി ഈസ് അഗൻസ്റ്റ് യു. ലോകം മുഴുക്ക നിങ്ങൾക്ക് അഗൻസ്റ്റാണ്. ഒരാൾ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ യു ആർ എ ഗ്ലാഡിയേറ്റർ. നമ്മൾ മരിക്കും. സില്ലി ഫൈറ്റ്. ഈ ക്രിമിനൽ ലോയർ ആകാൻ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവരും അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ ഫീൽഡിലായിരിക്കും അവർ ഫൈറ്റ് ചെയ്യേണ്ടി വരിക. സോ ആ ഒരു ഫയർ എന്തായിരിക്കണം? ആ ഒരു ഫയറോ? അവർക്ക് വേണ്ട അത് ഇറ്റ് ഹാസ് ടു കം ഫ്രം വിത്തിൻ. മനസ്സിലായില്ലേ? നമുക്ക് നമുക്ക് ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ മേക്ക്. ഇറ്റ് ഹാസ് ടു കം ഓട്ടോമാറ്റിക്കലി. എവ്രിബഡി ലോകം മുഴുക്ക നമുക്ക് എഗൻസ്റ്റാണ്. പത്രക്കാർ എഗൻസ്റ്റ്, മീഡിയ എഗൻസ്റ്റ്, വൈകുന്നേരത്തുള്ള അന്തിച്ചർച്ചകൾ എഗൻസ്റ്റ്, കോടതിയിലുള്ള ലോയേഴ്സ് എഗൻസ്റ്റ്. എവ്രിബഡി ഈസ് എഗൻസ്റ്റ് യു. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കേസ് എടുത്തിരിക്കുന്ന ഇയാൾ, അങ്ങനെയല്ലേ പറയൂ? അപ്പോൾ ജഡ്ജ് എഗൻസ്റ്റ് എല്ലാവരും എഗൻസ്റ്റ്. ആ സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് നിന്നൊരു കേസ് ഫൈറ്റ് യു ട്രൈങ് ടു ഡിഫെൻഡ് എ പേഴ്സൺ. നല്ല രസമാണ് അത്. ഇപ്പോൾ പൾസർ സുനിയുടെ കേസൊക്കെ ഡീൽ ചെയ്തപ്പം ആ ഒരു അതിനകത്തായ ആർഗ്യുടെ സെൻറ്റൻസ് സസ്പെൻഷൻ മാറ്റർ അത് ഞാൻ തോറ്റുപോയി. എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് വന്നു. ഐ ഡിഡ് ഇറ്റ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല. ഇത് നമുക്ക് അസ്ത്രം ഏൽക്കാൻ തയ്യാറാവണം. നമുക്ക് അസ്ത്രം ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ശരീരം അസ്ത്രം ഏൽക്കാനുള്ളതാണ്. നമുക്ക് മുറിവ് പറ്റും. മുറിവുകളൊക്കെ ഏൽക്കാൻ തയ്യാറാവണം. അതൊരു സുഖമല്ലേ? നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മുറിവേക്കാൻ നമ്മൾ സജ്ജമാകും.